KVS സർ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ അഴിമതിയാണ് നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഈ ഒരു കേസ് കോടതിയുടെ മുന്നിലാണ്. ഇത് നൽകുന്നത് എന്ത് സൂചനയാണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നേതാക്കൾ എത്രത്തോളം അഴിമതി നടത്തുന്നു എന്നതിൻ്റെ ഒരു സാക്ഷ്യപത്രം കൂടിയല്ലേ ഇത്? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? രാഷ്ട്രീയക്കാർ അഴിമതി നടത്തുന്നത് ഇന്ത്യയിലെ പുതിയ കാര്യമല്ല. ഒരുപക്ഷെ നരേന്ദ്രമോദി ഗവൺമെന്റ് ഒഴിച്ച് ബാക്കി എല്ലാ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ ഒരു വിജയം എന്ന് പറയുന്നത് കഴിഞ്ഞ 11 വർഷമായിട്ട് ഒരു മന്ത്രിക്കെതിരെ പോലും ഒരു ചെറിയ ആരോപണം പോലും ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകാൻ മോഡിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ നാഷണൽ ഹെറാൾഡ് കേസ് ഒരു ടിപ്പിക്കൽ അഴിമതി കഥയാണ്. അതില് ഒരു വലിയ ചരിത്രവുമുണ്ട്. ഈ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തുടങ്ങിയത്. ഏതാണ്ട് 5000-ഓളം സ്വാതന്ത്ര്യ സമര സേനാനികള് അവരുടെ ചെറിയ വരുമാനം ഓഹരിയാക്കി തുടങ്ങിയ പത്രമാണ് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കോൺഗ്രസ് ഗവൺമെന്റ് അതിനെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇതിനെ ഒരു കോൺഗ്രസിന്റെ മുഖപത്രം എന്ന നിലയിൽ കൊണ്ടുപോയി. കേരളത്തിലെ നമ്മുടെ വീക്ഷണമൊക്കെ പോലെ. പക്ഷേ പിൽക്കാലത്ത് ആ പത്രം അടച്ചു പൂട്ടി. പക്ഷെ പത്രം അടച്ചു പൂട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊക്കെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാന സർക്കാരുകളും കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരുകളും ഒക്കെ ഈ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്, ഈ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമസ്ഥരായ കമ്പനിക്ക് സ്ഥലം ദാനം നൽകി. ഒട്ടനവധി സ്ഥലങ്ങള്, ഒട്ടനവധി നഗരങ്ങളില്. ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. ലക്നൌവില് ഏതാണ്ട് 60 സെന്റ് സ്ഥലം ലക്നൗ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 12 കോടി രൂപ വില മതിക്കും എന്നാണ് ഒരു കണക്ക്. മുംബൈയില് ഏതാണ്ട് 34,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്ലോട്ടാണ്. ഇന്ന് അതിന് 250 കോടി രൂപ വില മതിക്കുന്നുണ്ട്. ഇതൊക്കെ ഇഡിയുടെ കണക്കാണ്. ഡൽഹിയില് 1 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള 5 നിലയുള്ള വലിയ കെട്ടിടമുണ്ട് അവർക്ക്. അതിന് 300 കോടി രൂപയുടെ വില മതിക്കും എന്നാണ് പറയുന്നത്. മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലില് ഏതാണ്ട് 130 കോടി വില മതിക്കുന്ന വസ്തുക്കളുണ്ട് സ്വന്തമായിട്ട്. അതുപോലെ പഞ്ചകുലയില്, ഹരിയാനയില് 36,167 സ്ക്വയർ ഫീറ്റ് ഉള്ള പ്ലോട്ടാണ്. അതിന് 22 കോടി രൂപയാണ് മതിപ്പ് വില കണക്കാക്കിയിട്ടുള്ളത്. അതുപോലെ പല സ്ഥലത്തും അങ്ങനെ അനവധി നഗരങ്ങളിലുള്ള ഭൂസ്വത്തുകളുള്ള ഈ കമ്പനി പത്രം നിർത്തിയതോടുകൂടി നിർജീവമായി. പക്ഷെ ഇവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുത്ത് ഭീമമായ തുക ഈ കോൺഗ്രസിന്റെ തലപ്പത്തുള്ള കുടുംബം കൈപ്പറ്റിയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവര് അതിനേക്കാൾ വളരെ വിക്രിയം, ഒരു വക്രീകരിച്ച് എടുത്ത നിലപാട് അല്ലെങ്കിൽ ഒരു കുതന്ത്രം. ഈ AJL ഞാൻ പറഞ്ഞു ഏതാണ്ട് 5000-ഓളം ഓഹരി ഉടമകളുണ്ട്. അവരറിയാതെ അവരുടെ ആ AJLന്റെ ഉടമസ്ഥത യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കൈമാറി. യങ് ഇന്ത്യ 50 ലക്ഷം രൂപയാണ് AJLന് കൊടുക്കുന്നത്. യങ് ഇന്ത്യയുടെ ഷെയർ ഹോൾഡർമാരെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കുടുംബവുമാണ്. അപ്പൊ കോടാനുകോടി രൂപയുടെ സ്വത്തുക്കൾ 50 ലക്ഷം ഉറുപ്പിക മുടക്കിയിട്ട് ഇവര് കൈയടക്കുക. അതിന് ഒരു നിയമവശാൽ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത വിധമുള്ള തട്ടിപ്പായിരുന്നു. അതാണ് രാജ്യം തിരിച്ചറിഞ്ഞത്. അപ്പൊ അതില് എവിടെ നിന്നൊക്കെ പണം വന്നിട്ടുണ്ട് ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. 90 കോടി രൂപ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി ഈ AJLന് കടം കൊടുത്തിട്ടുണ്ട്.
ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം രാഷ്ട്രീയ പാർട്ടിക്ക് പണം പിരിക്കാം, പണം ചെലവഴിക്കാം, പക്ഷെ അത് രാഷ്ട്രീയ പ്രവർത്തനത്തിനെ പാടുള്ളൂ. അത് കടം കൊടുക്കാനുള്ള അനുമതി ഇല്ല. അപ്പോ കോൺഗ്രസ് പാർട്ടി 90 കോടി രൂപ AJLന് കടം കൊടുത്തത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ്. വേണമെങ്കിൽ അതിന്റെ പേരിൽ തന്നെ കോൺഗ്രസിന്റെ എന്താ പറയാ രജിസ്ട്രേഷൻ വരെ വേണമെങ്കിൽ റദ്ദാക്കാം. അങ്ങനെയുള്ള ഒരു നിയമ പ്രശ്നം ഇതിന്റെ പിന്നിൽ വേറെയും ഒളിച്ചിരിപ്പുണ്ട്. അത് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞാനിത് പറയാൻ കാരണം ഇത് കോൺഗ്രസിന്റെ തലപ്പത്തുള്ള കുടുംബത്തിന്റെ അഴിമതി കഥകളിലെ ഒരു ഭാഗം മാത്രമാണ്. കോൺഗ്രസ് എന്നൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ കൊടിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നത് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ കോൾ സ്കാം നമ്മൾ കേട്ടിട്ടുണ്ട്, 2G സ്കാം, CWG കോമൺവെൽത്ത് ഗെയിംസ് നടത്തിയ സമയത്ത് നടന്ന തട്ടിപ്പുകൾ, ആദർശ ഫ്ലാറ്റ് സ്കാം, അതുപോലെ ചോപ്പർ സ്കാം, അതുപോലെ ടെട്രാ ട്രക്ക് വാങ്ങിയത്, അങ്ങനെ സത്യം സ്കാം, അങ്ങനെ എന്തെല്ലാം, ഇതൊക്കെ ഈ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളതാണ്. അതിനെ മുഴുവൻ ന്യായീകരിച്ചുകൊണ്ട് സാധൂകരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ പലപ്പോഴും രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോ കോൺഗ്രസിന്റെ തലപ്പത്തുള്ള ഈ കുടുംബം, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവര് കോടതിയിൽ വിചാരണ നേരിടാൻ പോവുകയാണ്. ED ആണ് കേസ് നടത്തുന്നത്, ED ആണ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു കാര്യം പറയാം, ഇതില് ഈ അന്വേഷിക്കാൻ പോയാൽ ഈ തട്ടിപ്പുകൾക്ക് മുഴുവൻ രേഖയുണ്ട്. സമ്പൂർണമായ രേഖകളുള്ള ഒരു കേസാണ് ED ഇപ്പോ കോടതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ അനിതര സാധാരണമായ ഇടപാടുകൾ കോൺഗ്രസിന് നടത്തേണ്ടി വരും. സാധാരണ നിലയ്ക്ക് രക്ഷപ്പെടും എന്ന് നിയമ വിദഗ്ധന്മാരാരും പറയുന്നില്ല. ഇതെങ്ങനെ നമുക്ക് ഇതിനെ ന്യായീകരിക്കാൻ പറ്റും? ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പാവപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ് ഈ കോൺഗ്രസിന്റെ തലപ്പത്തുള്ള കുടുംബം വഞ്ചിച്ചത്. ഇത് മാത്രമല്ല, ഈ കുടുംബത്തിന്റെ അധീനതയിൽ കുറെ ട്രസ്റ്റുകൾ, ആ ട്രസ്റ്റ് ഒക്കെ തന്നെ FCRA ലൈസൻസ് ഉണ്ട് അവർക്ക്. വിദേശത്ത് നിന്ന് പണം പറ്റാനുള്ള അധികാരം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് തന്നെ ലഭിച്ചിട്ടുണ്ട്. പല വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം പറ്റിയിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. രാജീവ് ഗാന്ധി ട്രസ്റ്റ്, സോണിയാഗാന്ധി കുടുംബവും ആണ് അതിന്റെ തലപ്പത്തുള്ളത്. 2005 അതിന് ആ ട്രസ്റ്റ് തുടങ്ങിയതിന് ശേഷം 2005-2007 കാലഘട്ടത്തിൽ ചൈനയിൽ നിന്ന് ഏതാണ്ട് 1,35,00,000 റുപ്പിക കിട്ടിയിട്ടുണ്ട്. ചൈനീസ് എംബസിയാണ് ഈ പൈസ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് കൊടുത്തിട്ടുള്ളത്. എന്തിനാ ചൈനയിൽ നിന്ന് ഇവർ പൈസ വാങ്ങുന്നത്? എന്തിനാ ചൈന കോൺഗ്രസിന്റെ തലപ്പത്തുള്ള കുടുംബം നേതൃത്വം നൽകുന്ന ട്രസ്റ്റിന് പണം നൽകുന്നത്? എന്ത് ഇടപാടാണ് ഇവർ തമ്മിലുള്ളത്? മാത്രമല്ല, സക്കീർ നായിക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? അധോലോക നായകനെ പോലെ ഇവിടെ നിന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി ഇന്ത്യ വിട്ട് പോയ ആളാണ്. ഇന്ത്യയുടെ ഗവൺമെന്റ് അയാളെ അന്വേഷിക്കുന്നുണ്ട്. എന്താ പറയുക, ഇന്റർപോളിനെ സമീപിച്ചിട്ടുണ്ട് അയാളെ പിടിച്ചുകൊണ്ടുവരണമെന്ന്. അയാളിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട് 50 ലക്ഷം റുപ്യ. അതൊക്കെ രേഖാമൂലം വന്നിട്ടുള്ള പൈസകളാണ്. മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തില് ഖജനാവിൽ നിന്ന്, സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് 100 കോടി രൂപ ഈ ട്രസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ടാക്സ് ഹേവനായിട്ടുള്ള ലക്സംബർഗിൽ നിന്ന് 2006-09 കാലഘട്ടത്തിൽ പണം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റാവു ഗവൺമെന്റിന്റെ കാലത്ത് 200 കോടി രൂപ അവർ പിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണക്ക് സർക്കാരിന്റെ മുമ്പിലുള്ള കണക്കുകളാണ്. ഈ പണമൊക്കെ എന്താ ഇവർ ചെയ്യുന്നത്? ഈ രാജീവ് ഗാന്ധി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലോകത്ത് എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനം നടന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? എത്രയോ ദുരിതങ്ങൾ, പ്രതിക്ഷോഭങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഒരാൾക്കൊരു കുടിൽ വെച്ച് കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഈ പണം മുഴുവൻ ഈ കുടുംബം ദുരുപയോഗം ചെയ്യുകയാണ്. വിദേശത്ത് നിന്ന് അടക്കം പിരിച്ച പണം അവരുടെ സ്വാധീനത്തിൽ വെച്ച് അവർ വാഴുകയാണ് ഈ രാജ്യത്ത്. ഇതൊക്കെ തുറന്നു കാട്ടപ്പെടണ്ടേ? ഇതെല്ലാം തുറന്നു കാട്ടപ്പെടുന്നതിന്റെ തുടക്കമായിട്ട് നാഷണൽ ഹെറാൾഡ് കേസ് മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.